89.6 FM Sargakshetra SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷൻ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മൾ SK ജംഗ്ഷനിൽ ഹെൽത്ത് റിലേറ്റഡ് ആയ കാര്യങ്ങളാണ് അറിയാനായിട്ട് പോകുന്നത്. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വാസ്റ്റ് ഏരിയ തന്നെയാണ്. അതിനകത്ത് ഓരോന്നും നമ്മൾ അറിയും തോറും അതിനോട് വേണ്ട അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, ചിലത് ചെയ്യാതിരിക്കുന്നു. അപ്പം ഇന്ന് എന്താണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം GDM, ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ് അല്ലെങ്കിൽ ഗർഭകാല ഡയബറ്റീസിനെ കുറിച്ച് നമ്മൾ അനവധി കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിൽ പല ഡോക്ടേഴ്സും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗർഭകാല ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് സംഭവം, ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ നമ്മളെ തന്നെ സംരക്ഷിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ കേട്ടറിയാം. സോ അമ്മമാരായിരിക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളെ ഗർഭിണികളായിരിക്കുന്നവരായിക്കോട്ടെ അവരെ സംരക്ഷിക്കുന്നവരായിരിക്കോട്ടെ എല്ലാവരും ഒരേപോലെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് നിബി ജോസ്, കൺസൾട്ടന്റ് ഡയറ്റീഷ്യൻ ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തെലങ്കാന. മാം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. നമ്മൾ ഇന്ന് GDM-നെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ഗർഭകാല ഡയബറ്റീസ് എന്നുള്ള സംഭവം. സോ ഇത് എന്താണ്, എങ്ങനെയാണ് ഇത് മറ്റ് ഡയബറ്റീസിൽ നിന്നും വ്യത്യസ്തപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പലർക്കും സംശയമുണ്ട്. മിക്കപ്പോഴും ഈ ഒരു ഗർഭകാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും ഈ ഒരു അവസ്ഥയെക്കുറിച്ച് കൂടുതൽ പേരും അറിയുന്നത്. അപ്പം അവർക്കൊരു ടെൻഷൻ, ഇനി ഒരു ആൻസൈറ്റി ഒക്കെയാണ് ഇത് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം കൂടുതൽ കാര്യങ്ങൾ ഇനി മാം പറയുന്നതായിരിക്കും. സോ ഗർഭകാല ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭത്തിലെ സമയത്ത് ആദ്യമായി കണ്ടുപിടിക്കുന്ന ഒന്നാണ്. അതിന് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നതാണ് ഈ GDM എന്ന് പറയുന്നത്. അത് ഡെലിവറി കഴിയുന്നതോടുകൂടി നമുക്ക് നോർമലാവും, അല്ലെങ്കിൽ അത് മാറും. എന്നാൽ ടൈപ്പ് 2 ഡയബറ്റീസ്, സാധാരണ ഗതിയിൽ കാണുന്ന ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്, അതായത് ഗർഭത്തിന് മുൻപും അതിന് ശേഷവും വളരെ കൂടുതലായിട്ട് തന്നെയായിരിക്കും ഈ അളവ് കാണുന്നത്. ഇതിനെയാണ് GDM എന്നും സാധാരണ ഡയബറ്റീസിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, പലപ്പോഴും ഈ GDM അഫക്റ്റ് ചെയ്തത് ഇപ്പം പല സ്ത്രീകളും ഈ ഗർഭകാലത്തിലായിരിക്കും ഈ ഒരു ഡയബറ്റീസ് വരുന്നത്. അത് പിന്നീട് അവർക്ക് ഭയങ്കര വിപത്തായി മാറുന്നത് കേട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംശയം പോലും അല്ല അമ്മമാർക്കും ഉണ്ടാവാറുണ്ട്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കേട്ടറിയാം. എങ്ങനെയാണ് GDM നമ്മൾ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ ആ സാധ്യതകളെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം തുടങ്ങിയവയാണ് ഇന്നത്തെ SK ജംഗ്ഷനിൽ നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra SK Junction. GDM, ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ SK ജംഗ്ഷനിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് നിബി ജോസ്, കൺസൾട്ടന്റ് ഡയറ്റീഷ്യൻ ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തെലങ്കാന. മാം, നമ്മൾ എന്താണ് GDM എന്നുള്ളത് കേട്ടു, അല്ലെങ്കിൽ ഗർഭകാല ഡയബറ്റീസ് എന്താണെന്നുള്ളത് കേട്ടു, മറ്റുള്ള ഡയബറ്റീസിൽ നിന്നും ഇതെങ്ങനെ വ്യത്യസ്തമായി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ കേട്ടു. ആൻഡ് എല്ലാവർക്കും ഈ ഒരു ഗർഭകാലത്തിൽ ഈ ഒരു ഡയബറ്റീസ് വരുമോ, എങ്ങനെയുള്ളവർക്കാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതൊന്ന് പറയാമോ? പറയാം. എല്ലാവരിലും ഇതൊന്നും ഉണ്ടാവത്തില്ല. ഇത് കൂടുതലും ചാൻസ് ഉള്ളത് ഒന്നെങ്കിൽ 30 വയസ്സിന് മുകളിലുള്ളവർ, അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ഉള്ളത്, അധിക ഭാരം എന്ന് പറയും, അതായത് BMI ഉയർന്നിരിക്കുന്നവരിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ GDM ഉള്ളവരിൽ സെക്കൻഡ് പ്രഗ്നൻസിയിലും വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെയുള്ളത് കുടുംബത്തിൽ, അതായത് അച്ഛൻ, അമ്മ, സിബ്ലിങ്സ് ഇങ്ങനെയുള്ളവരിൽ ഷുഗർ ഉണ്ടെങ്കിൽ നമുക്കും ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെയുള്ളത് PCOD എന്ന് പറയും, അങ്ങനെയുള്ളവരിൽ ഇത് കാണാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ പിന്നെ ഉള്ളത് മൾട്ടിപ്പിൾ പ്രഗ്നൻസി, ഒന്നിൽ കൂടുതൽ, അതായത് ട്വിൻസ്, ട്രിപ്ലറ്റ് അങ്ങനെയൊക്കെ ഉള്ളവരിൽ കൂടുതലായിട്ട് ഇത് കാണാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ സാധ്യതകൾ ഇപ്പം ഞാൻ പറഞ്ഞു, ഇത്തരം ആളുകളിൽ ഇത് കാണാനുള്ള സാധ്യത കൂടുതലാണ്, ചാൻസസ് ആർ മോർ എന്നുള്ളത് പറഞ്ഞു. ഇതിനെ എങ്ങനെ തുരത്താം, അല്ലെങ്കിൽ ഇത് ഈ സാധ്യതകളെ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ അടുത്തൊരു വഴി. പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കേട്ടറിയാം പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷനാണ്. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് നിബി ജോസ്, കൺസൾട്ടന്റ് ഡയറ്റീഷ്യൻ ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തെലങ്കാന. മാം, നമ്മൾ ഇന്ന് GDM-നെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ്, ഗർഭകാല ഡയബറ്റീസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കേട്ടറിയുമ്പോൾ ഇതിന്റെ പ്രിക്കോഷൻ ലെവലിലേക്ക് നമ്മൾ ഇനി ഒന്ന് പോവുകയാണ്. ഒരു കാര്യം നമ്മളത് മനസ്സിലാക്കി. ഇനി വേണ്ടത് ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള കാര്യമാണ്. ഈ പ്രിക്കോഷനിൽ പ്രധാനമായും എനിക്ക് ചോദിക്കാനുള്ളത് ഭക്ഷണത്തെക്കുറിച്ചാണ്. കാരണം നമ്മൾ
ഇന്ന് നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെയും ഒരു മേജർ റീസൺ നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണെന്നുള്ളത് നമ്മൾ പറഞ്ഞ് കേൾക്കാറുണ്ട്. സോ ഈ ഒരു GDM ഉള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഈ സാധ്യതയുള്ള ആളുകൾ ഭക്ഷണക്രമത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഫസ്റ്റ് ഓഫ് ഓൾ ഭക്ഷണത്തിൻ്റെ സമയം, അളവ്, ഇത് രണ്ടുമാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നീടുള്ളതാണ് ചെറിയ അളവിൽ പല തവണകളാക്കി കഴിക്കുക എന്നുള്ളത്. അതിൽ നമ്മുടെ ഒരു ദിവസത്തെ ഫുഡിൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കുക, പ്രോട്ടീൻസ് വളരെ കൂടുതലായിട്ട് കഴിക്കുക, പിന്നെയുള്ളത് ബേക്കറി ഐറ്റംസ്, സ്വീറ്റ്സ്, ഫ്രൈഡ് ഐറ്റംസ് ഇവ ഒഴിവാക്കുക. ഇതാണ് മെയിനായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇങ്ങനെ നമുക്ക് ആദ്യമേ ഫസ്റ്റ് ഡയറ്റിൽ തന്നെ പ്രിക്കോഷൻസ് എടുത്ത് തുടങ്ങാം. ഓക്കെ. ആൻഡ് അപ്പം ഈ ഒരു പ്രോട്ടീൻ്റെ അളവ് കൂട്ടുക, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞത്, അപ്പം എത്രമാത്രമായിരിക്കും ആ ഒരു ഇൻടേക്ക് എടുക്കേണ്ടത്? ഒരു അളവ് പറയുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തരിലും അത് വ്യത്യസ്തമായിരിക്കും. അതായത് അവരുടെ BMI അതായത് ബോഡി മാസ് ഇൻഡെക്സ്, അവരുടെ ഹൈറ്റും വെയിറ്റും അനുസരിച്ചിട്ട് ഓരോരുത്തരിലും ഓരോ ഡിഫറൻസ് ആയിരിക്കും. അത് നമ്മൾ ഡയറ്റീഷ്യൻസ് ആണ് വന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവർ വരുമ്പം നമ്മളെ വന്ന് കൺസൾട്ട് ചെയ്യുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഓരോരുത്തരിലും എത്രത്തോളമാണ് അതിൻ്റെ അളവ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒറ്റയടിക്ക് നമുക്ക് ഓരോ ഇതിൽ പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഒരേ സംഭവം ആപ്ലിക്കബിൾ അല്ല. നമുക്ക് ഓരോരുത്തരെയും ബേസ് ചെയ്തിട്ട് അവരുടെ ശരീരഭാരം, അവരുടെ എല്ലാം കണക്കനുസരിച്ച് വേണം. സോ നമ്മൾ ഒരാൾ ഇന്നത് ഫോളോ ചെയ്തു എന്ന് വിചാരിച്ച് അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും, ഓരോരോ അളവുകളായിരിക്കും. കാലറി ആയാലും പ്രോട്ടീൻ ആയാലും ഫാറ്റ് ആയാലും എല്ലാം ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും. നമുക്ക് അവർ ചെയ്തത് കണ്ട് നമുക്ക് ചെയ്യാമെന്ന് മാത്രം ആരും വിചാരിക്കരുത്. ഓക്കെ. അപ്പം എന്തായാലും വിചാരിക്കരുത് അല്ലേ? അങ്ങനെ നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തിലും അത് അപ്ലൈ ചെയ്യരുത്. കാരണം GDMനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് വ്യക്തമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്, വ്യക്തമായ ചില പ്രിക്കോഷൻ മെത്തേഡ്സ് ഉണ്ട്. അത് എന്തൊക്കെ, അല്ലെങ്കിൽ ഇനി കൂടുതൽ എന്തൊക്കെ കാര്യങ്ങൾ GDMനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് കേൾക്കാം പാട്ടുകൾക്ക് ശേഷം. കൂടെ ജോ ആണുള്ളത്. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷന്റെ സമയമാണ്. കൂടെ ജോ ആണുള്ളത്. ഇന്ന് നമ്മൾ GDMനെ കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒരേപോലെ അറിഞ്ഞിരിക്കേണ്ട കാര്യം. കാരണം ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ചില രോഗങ്ങൾക്ക് ചില സീസണുകളുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, ലൈഫ് ലോങ് നമ്മുടെ മനുഷ്യർ എത്ര കാലമുണ്ടോ അത്രയും കാലം ഈ ഒരു ഗർഭധാരണം ഉണ്ടാവുന്നതാണ്. അപ്പം അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്ത്രീകൾ മാത്രമല്ല ഇതറിയേണ്ടത്, അവരെ ചുറ്റും നിൽക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്, കേൾക്കുന്നത്, അറിയുന്നത് ഗർഭകാല ഡയബറ്റീസിനെ കുറിച്ചാണ്. അപ്പം അവ എന്താണ്, മറ്റുള്ളവയിൽ നിന്ന് അത് എങ്ങനെ വ്യത്യസ്തമായി നിൽക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടറിയുമ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ്, ഇതിൻ്റെ സൈൻ ആൻഡ് സിംറ്റംസ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ളത് നിബി ജോസ്, കൺസൾട്ടന്റ് ഡയബറ്റീഷ്യൻ ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തളക. മാം, എന്താണ് ഈ ഒരു GDMന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ്, എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? ശരിക്കും പറഞ്ഞാൽ GDMന് വ്യക്തമായ ലക്ഷണങ്ങൾ കാണിക്കത്തില്ല. ഓക്കെ. അതെന്ന് വെച്ചാൽ ചിലരിൽ ഉണ്ടാകും, എന്നാൽ അതത് പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളായിട്ട് കണ്ട് അതിനെ തള്ളിക്കളയുകയാണ് ചെയ്യാറുള്ളത്. ആ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അമിതദാഹം, പലതവണ മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി, ക്ഷീണം, ഇവയൊക്കെയാണ്. പക്ഷേ ഇത് പ്രഗ്നൻസിയിലും കാണുന്നുള്ളത് കൊണ്ട് ആരും അതിനെ മൈൻഡ് ചെയ്യത്തില്ല. പിന്നെയുള്ളത് ഇതിൻ്റെ നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളത്, ലാബിൽ പരിശോധിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്, കണ്ടെത്താൻ പറ്റുന്നത്. ഓക്കെ. ഇനിയിപ്പം ഇതിപ്പം ഡോക്ടർ നമ്മളിത് കൺസൾട്ട് ചെയ്യുന്നു, ഡോക്ടറിനെ നമ്മൾ കാണിക്കുന്നു. ഇതിന് എത്ര നാളായിരിക്കും ഇതിൻ്റെ ഒരു പരിശോധന ലെവൽ, അല്ലെങ്കിൽ എത്ര നാൾ കൂടിയിരിക്കുമ്പോഴായിരിക്കും ഒരു കൺസൾട്ടേഷൻ നമ്മൾ കൊടുക്കേണ്ടത്? അതായത് GDM എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തുന്നത് OGTT എന്ന് പറയുന്ന ലാബ് ടെസ്റ്റ് വഴി, അതായത് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയും. അതാണ് പ്രധാന പരിശോധന. അത് 24 to 28 വീക്സിൽ നമ്മൾ എടുക്കുന്ന ഒന്നാണ്. എന്നാൽ ഹൈ റിസ്ക് പ്രഗ്നൻസി ഉള്ളവരിൽ ഇത് നമ്മൾ ആദ്യ മാസങ്ങളിൽ തന്നെ എടുക്കും. എന്നിട്ട് അതിൻ്റെ വാല്യൂസ് കണ്ടിട്ടായിരിക്കും നമ്മൾ മെഡിസിൻ വേണോ ഡയറ്റ് വേണോ എന്ന് തീരുമാനിച്ചിട്ട് ഡോക്ടേഴ്സ് അതിന് ഏതാണോ മുൻഗണന കൊടുക്കേണ്ടത് അത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ എന്തായാലും ഇതിനെ എങ്ങനെ കൺസൾട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് പരിശോധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടറിഞ്ഞു. ഇനിയിപ്പം GDM ഉള്ള ആളുകളുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞു പോയ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയവരുണ്ടായിരിക്കും, ഇനിയിപ്പം വരാൻ സാധ്യതയുള്ളവരുണ്ടായിരിക്കും. അപ്പം എല്ലാവരും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം SK ജംഗ്ഷനിലൂടെ കേട്ടറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction.
ഡയബറ്റീസ് മെലിറ്റസ്, ഇതാണ് നമ്മൾ ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഗർഭകാല ഡയബറ്റീസ്. എനിക്ക് തോന്നുന്നു പലരും ഇപ്പോൾ ഇതറിയാമായിരിക്കും, പലരും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും, പലരുടെ മക്കൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അത് വരാതിരിക്കട്ടെ, അത് വരാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് നിവി ജോസ്, കൺസൾട്ടൻറ്റ് ഡയറ്റീഷ്യൻ ഫ്രം മിറ്റര ഹോസ്പിറ്റൽ തലക. മാം, നമ്മൾ ഈ ഒരു GDM കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഈ GDM വരാനായിട്ട് കാരണമാകുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്, ചില ഘടകങ്ങളുണ്ട്. അപ്പോൾ മാം പറഞ്ഞു ചില സ്ത്രീകളിൽ ഇത് കാണപ്പെടുന്നുണ്ട്, ഒബീസിറ്റി ഉള്ളവരിൽ, അല്ലെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞ് ഗർഭം ധരിക്കുന്നവരിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ GDM ഉള്ളതിന് ശേഷം രണ്ടാമതും വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ഇതിനൊക്കെ കാരണമാകുന്ന കാരണഭൂതർ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്? ഒന്നുള്ളത് ഹോർമോൺ ചേഞ്ചസിന് മാറ്റം കൊണ്ടാണ് അത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് GDM വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെയുള്ളത് ഒബേസിറ്റി എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു വണ്ണം കൂടുതലുള്ളവരിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രഗ്നൻസി നമ്മൾ മുൻപ്, അതായത് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുൻപേ തന്നെ നമ്മുടെ വണ്ണം നമ്മൾ ഒരു നോർമൽ റേഞ്ചിലോട്ട് കൊണ്ടുവന്നിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ GDM ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളത്, മുൻപ് GDM ഉണ്ടെന്ന് പറഞ്ഞു, ആ GDM ഉള്ളവരിൽ സെക്കൻഡ് പ്രഗ്നൻസിയിലും ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഉള്ളത്, നമ്മൾ ഭക്ഷണത്തിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടുതലും കാർബോഹൈഡ്രേറ്റ്സ് ആണ്, ചോറ്, ചപ്പാത്തി, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത്. പിന്നെയുള്ളത് സ്വീറ്റ്സ്. നമ്മൾ കൂടുതലും പുറത്തിറങ്ങുന്ന എല്ലാവരും നമ്മൾ കൂടുതലും കുപ്പി വെള്ളം, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആയിരിക്കും കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി, ഈ ഒരു കാരണങ്ങൾ കൊണ്ടിട്ടാണ് നമുക്ക് കൂടുതലും GDM ഉണ്ടാകുന്നത്. പിന്നെയുള്ള ഒന്നാണ് എക്സസൈസ് ഇല്ലായ്മ. ഇപ്പോൾ ഉള്ള എല്ലാവരും വെറുതെ ഇരിക്കുക, ഒരു എക്സസൈസും ചെയ്യാറില്ല. അത് പ്രഗ്നൻസിയിലാണെങ്കിലും ശരി, പ്രഗ്നൻസി എന്ന് കേട്ട് കഴിയുമ്പോഴേ എല്ലാവരും റെസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അത് പാടില്ല. ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്ത്, അതല്ലാതെ നോർമലി നമ്മൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് നടക്കാനെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ ഇതൊന്നും നമുക്ക് ഉണ്ടാവത്ത് പോലും ഇല്ല. അപ്പം ഇതൊക്കെ കാരണം കൊണ്ടാണ് നമുക്ക് GDM വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പം എക്സസൈസ് നമ്മൾ കൊടുക്കുക, നമ്മുടെ ശരീരത്തിന് കാർബോഹൈഡ്രേറ്റിൻ്റെ നമ്മളൊന്നും ഒന്ന് പിടിക്കുക. അതുപോലെ തന്നെ ഇനിയിപ്പം പിടിക്കേണ്ടത്, ഇപ്പം ഇച്ചിരി അളവ് കൂട്ടേണ്ടത് എന്തായിരിക്കും? പ്രോട്ടീനാണ് നമ്മൾ ശരീരത്തിൽ കൂട്ടേണ്ടത്. നമ്മൾ കുറയ്ക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്. ഈ ഗർഭിണികളെ കാണാൻ വരുന്നവരെല്ലാവരും ഫ്രൂട്ട്സ് കൊണ്ടുവരുമല്ലോ, അപ്പം ഈ ഫ്രൂട്ട്സ് ഓക്കെ ആണല്ലോ ഈ ഒരു സമയത്ത്? ഫ്രൂട്ട്സ് കഴിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അതിലും അളവുകളാണ് പ്രധാനം. കാരണം ഷുഗർ കണ്ടൻറ്റ് കൂടുതലുള്ള ഫ്രൂട്ട്സുകളും ഉണ്ട്, കുറവുള്ള ഫ്രൂട്ട്സുകളും ഉണ്ട്. അപ്പം കൂടുതലുള്ള ഫ്രൂട്ട്സുകളെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് കുറവുള്ള ഫ്രൂട്ട്സുകളെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് വിശദമായിട്ടൊന്ന് പറയേണ്ടിയിരിക്കുന്നു. കേൾക്കാം പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം കൂടെ ജോ ആണുള്ളത്. 89.6 FM സർഗക്ഷേത്ര. SK Junction. ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള സ്ത്രീകൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് പാടില്ല എന്നാരും പറഞ്ഞിട്ടില്ല. പക്ഷേ ചില ഫ്രൂട്ട്സ് കഴിക്കാൻ പാടുള്ളൂ, ചിലത് നമ്മളൊന്ന് മനഃപൂർവ്വമായിട്ട് ഒഴിവാക്കണം. അത് ഏതൊക്കെ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഇന്ന് അറിയുന്നത് ഗർഭകാല ഡയബറ്റീസിനെ കുറിച്ചാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനായി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് നിവി ജോസ്, കൺസൾട്ടൻറ്റ് ഡയറ്റീഷ്യൻ ഫ്രം മിറ്റര ഹോസ്പിറ്റൽ തലക. മാം, നമ്മൾ GDM കുറിച്ച് കേൾക്കുമ്പോൾ ഇനി കാർബ്സിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കണം, പ്രോട്ടീൻ്റെ അളവ് കൂട്ടണം, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതായിരുന്നു നമ്മൾ മുമ്പേ പറഞ്ഞു നിർത്തിയത്. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കേണ്ടതായിട്ടുള്ളത്? ഫ്രൂട്ട്സിൽ ഹൈ ഷുഗർ കണ്ടൻ്റ് ഉള്ള ഫ്രൂട്ട്സുകൾ ഒഴിവാക്കുക. അവ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഏത്തപ്പഴം, ഒന്ന് മാങ്ങ, മുന്തിരി, ചക്കപ്പഴം. ഇവയാണ് പഴങ്ങളിൽ നമ്മൾ ഫുള്ളി അവോയ്ഡ് ചെയ്യേണ്ടത്. എന്നാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ലോ ഷുഗർ കണ്ടൻ്റ് ഉള്ള ഫ്രൂട്ട്സുകളുണ്ട്. അവ എന്ന് പറഞ്ഞാൽ ആപ്പിള്, ഓറഞ്ച്, പേരയ്ക്ക, പിയർ, ഇവ നമുക്ക് കഴിക്കാം. പക്ഷേ ഇതും നമുക്ക് കൂടുതലായിട്ട് കഴിക്കാൻ പാടില്ല, അതിനും അളവുകളുണ്ട്. അത് ഓരോരുത്തരുടെ ഷുഗറിൻ്റെ വേരിയേഷൻസ് അനുസരിച്ചിട്ട് നമ്മൾ അളവുകൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയുള്ള ഒന്നാണ് ഡ്രൈ ഫ്രൂട്ട്സിൽ ഡേറ്റ്സും റൈസിൻസും ഒഴിവാക്കുക. ഓക്കെ, ഇതെന്ന് പറയുമ്പം എല്ലാവരും പ്രഗ്നൻസിയിൽ ഇവയാണ് കൂടുതൽ കഴിക്കുന്നത്. ബ്ലഡ് ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ രാവിലെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് അതുകൊണ്ട് ഉണക്കമുന്തിരിയുടെ വെള്ളം കുടിക്കുക, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗറിനെ കൂട്ടുന്ന കാര്യങ്ങളാണ്. അപ്പം ഡേറ്റ്സും റൈസിൻസും ഫുള്ളി അവോയ്ഡ് ചെയ്യുക.
പിന്നെയുള്ള ആളാണ് പ്രഗ്നൻ്റ് ആണെന്ന് കേൾക്കുമ്പോഴേ ഒരു കൊല ഏത്തപ്പഴമായിട്ടാണ് എല്ലാവരും വരുന്നത്. ഏത്തപ്പഴം ഫുള്ളി അവോയ്ഡ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ഷുഗർ കണ്ടൻ്റ് ഉള്ളത് ഏത്തപ്പഴത്തിനകത്താണ്. പിന്നെയുള്ള എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ചക്കപ്പഴം കഴിക്കാവോ? ചക്കപ്പഴം ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല. പിന്നെ ഉള്ളത് ചോദിക്കുന്നതാണ് പച്ചച്ചക്ക കഴിക്കാമോ എന്നുള്ളത്. പച്ചച്ചക്ക ചിലരിൽ കഴിക്കാം, എന്നാൽ അതെല്ലാവരിലും പറ്റണമെന്നില്ല. ചിലർക്കത് പറ്റും, പക്ഷേ അത് നമ്മൾ ഷുഗർ കണ്ടന്റ് നോക്കി വേണം ചെയ്യാനായിട്ട്. ചിലയിടത്ത് ശരിയാവും, ചിലയിടത്ത് ശരിയാവും. ചിലർ അതായത് അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ മാങ്ങ, മുന്തിരി ഇവയൊക്കെയാണ് ഒഴിവാക്കേണ്ടത്. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ മാം, ഇപ്പം നമ്മൾ ഗർഭകാല ഡയബറ്റീസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിലും ഇതെല്ലാം അടങ്ങുന്ന ഒരു ഫാമിലി ഡയബറ്റീസ് ആണല്ലോ. അപ്പം ഈ ഡയബറ്റീസ് ഉള്ളവർക്കും ഈ കൈൻഡ് ഓഫ് ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല, അങ്ങനെയുണ്ടോ? ഉറപ്പായിട്ടും. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി അവോയ്ഡ് ചെയ്യേണ്ടി പോകുന്ന കാര്യങ്ങൾ ഫുള്ളി അവോയ്ഡ് തന്നെ ചെയ്ത് പോകണം. കാരണം GDM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പീരീഡ് കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ പ്രഗ്നൻ്റ് ആണല്ലോ എന്നോർത്ത് നമുക്ക് ചെറിയ ഇളവുകൾ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. കാരണം അവർക്ക് ആ ഒരു ടൈമിൽ കഴിക്കാനുള്ള ടെൻഡൻസി കൂടുതൽ. ആ ടെൻഡൻസി ഉള്ള സമയങ്ങളിൽ നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളത്, അവരെ ഒന്ന് സമാധാനിപ്പിച്ച് വിടുക, അല്ലെങ്കിൽ അവരുടെ ആ മൂഡ് ചേഞ്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി വിടുക എന്നുള്ളത് നമ്മുടെയും കൂടെ ഒരു കാര്യമാണ്. അപ്പോൾ അത് അവരെ ഒന്ന് കൺട്രോൾ ചെയ്ത് ചെറിയ അളവിലൊക്കെ നമുക്ക്, ഷുഗർ കുറവാണെങ്കിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. അതല്ല ഷുഗർ വളരെ കൂടുതലാണെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, സ്ട്രിക്ട്ലി തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യുന്നതായിട്ട്. എന്നാൽ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ഫുള്ളി നമുക്ക് അവോയ്ഡ് ചെയ്യണം എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം അവർക്ക് ഷുഗർ കൂടുന്നതനുസരിച്ചിട്ട് അവരുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങളും നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരെ ഫുള്ളി സ്ട്രിക്ട്ലി തന്നെ അവോയ്ഡ് ചെയ്ത് തന്നെ കൊണ്ടുപോവുക. ഒരു ദിവസം ഒരു ഫ്രൂട്ട് മാത്രമേ അവർക്ക് പാടുള്ളൂ. അത് ഏതെങ്കിലും ഒരു ടൈമിൽ എടുക്കുക എന്നുള്ളത്. ടൈമിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഭക്ഷണം, ഇപ്പം GDM ഉള്ളവർ ഭക്ഷണം കഴിക്കുന്നതിന് എന്തെങ്കിലും പർട്ടിക്കുലർ ടൈം നമുക്കുണ്ടോ? ഇന്ന ഇൻ്റർവെൽസിൽ കഴിക്കണം, അങ്ങനെ ഉണ്ടോ? ഓക്കെ, എന്നാൽ നമുക്കത് പാട്ടുകൾക്ക് ശേഷം നമുക്കതൊന്ന് വ്യക്തമായിട്ട് കേൾക്കാം, പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും മാം പറയാൻ റെഡിയാണ്, കേൾക്കാനായിട്ട് ഞങ്ങളും റെഡിയാണ്. ഇനിയിപ്പം GDM ഉള്ള ആളുകൾ ഭക്ഷണം കഴിക്കേണ്ട ടൈം എപ്പോഴൊക്കെയാണ്, ഏതൊക്കെ ഇൻ്റർവെല്ലിലാണ് നമ്മൾ ഭക്ഷണം അതിൻ്റെ ഒരു ഇൻടേക്ക് എടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ കേട്ടറിയാം പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. ഗർഭകാല ഡയബറ്റീസ് എന്താണ്, ഇത് ആർക്കൊക്കെ സംഭവിക്കാം, ഇത് ഉണ്ടാവാനുള്ള കാരണം എന്തൊക്കെ എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഇപ്പോൾ നമ്മളത് കേട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ നമുക്ക് ഇത് കുറയ്ക്കാം, അല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ വരുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ട ചില മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പം ഈ GDM ഉള്ളവരിൽ കഴിക്കാൻ പാടില്ലാത്ത ഫുഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഫ്രൂട്ട്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ടൈമിങ്ങിനെ കുറിച്ചാണ് നമ്മളിനി കേൾക്കുന്നത്. ഇന്ന സമയത്ത് കഴിക്കണം, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഇത് കഴിക്കാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇങ്ങനെ കേട്ടിട്ടുണ്ട്, എന്താണ് മാമിന് പറയാനുള്ളത്? ഉറപ്പായിട്ടും അത് നമ്മൾ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് ഒറ്റയടിക്ക് കഴിച്ച് തീർക്കുക എന്നുള്ളതല്ല. ഷുഗറുകാരെ സംബന്ധിച്ചിടത്തോളം അതിനെ ഡിവൈഡ് ചെയ്തിട്ട് പല തവണകളാക്കി കഴിക്കുക. അതായത് ഇപ്പം നമ്മൾ 3 നേരം കഴിക്കുന്ന ഫുഡിനെ ഡിവൈഡ് ചെയ്തിട്ട് 6 നേരമാക്കി കഴിക്കുക. അപ്പോൾ രാവിലെ നമ്മൾ 6 മണിക്ക് തുടങ്ങുന്ന ഭക്ഷണക്രമം വൈകുന്നേരം ഒരു 7 മണിയോടുകൂടി തന്നെ അവസാനിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ടൈമിങ്ങിനെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ കൂടുന്ന പോലെ തന്നെ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല. അതായത് കറക്റ്റായിട്ട് ഫുഡ് ഇപ്പം രാവിലെ കഴിച്ചു, പിന്നെ ചിലർ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു, അതിനുശേഷം ഉച്ചയ്ക്കായിരിക്കും കഴിക്കുന്നത്. ഉച്ചയ്ക്ക് വളരെ കുറച്ചേ കഴിക്കുകയുള്ളൂ എന്ന് പറയും. പക്ഷേ ആ വളരെ കുറച്ച് കഴിക്കുന്നത് തന്നെ നമ്മൾ അറിയുന്നുണ്ടാകത്തില്ല. നമ്മോട് പറയും വളരെ കുറച്ച് കഴിക്കണം, പക്ഷേ TV മുമ്പിൽ അല്ലെങ്കിൽ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കുന്ന ടൈമിൽ നമ്മൾ അറിയാതെ തന്നെ അളവ് കൂട്ടിക്കഴിക്കുന്നു. ആ സ്ഥാനത്ത് ഷുഗറിൻ്റെ കണ്ടൻറ്റ്, എന്നിട്ട് എനിക്ക് ഷുഗർ കുറയുന്നില്ല, അതെന്താണ് ഞാൻ കഴിക്കാതിരുന്നിട്ട് ഷുഗർ കുറയുന്നില്ല എന്നൊക്കെ ചോദിച്ചു വരുന്നവരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുപോലെ തന്നെ സ്കിപ്പ് ചെയ്ത് 3 നേരം കഴിക്കുന്ന ഭക്ഷണത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് 6 നേരമാക്കി കഴിക്കുക. ഒരു 2 അവർ വെച്ചിട്ട് തന്നെ എന്തെങ്കിലും ചെറിയ രീതിയിൽ കഴിക്കുക. അതായത് നമ്മൾ പറയും 3 മെയിൻ മീൽസും 3 ചെറിയ സ്നാക്സും എന്നുള്ള രീതിയിൽ എടുക്കാനായിട്ട് പറയും. അപ്പം രാവിലെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ
ഒരു 10 മണിയാകുമ്പോഴത്തേക്കും എന്തെങ്കിലും ചെറിയൊരു ഫ്രൂട്ട്സ് കഴിക്കുക, ഉച്ചയ്ക്ക് ചോറെടുക്കുക, ഒരു ഈവനിങ്ങിൽ ഒരു ടീ ഓർ കോഫി, ഒരു കുഞ്ഞ് സ്നാക്സ് എടുക്കുക, നൈറ്റിൽ മാക്സിമം ഫുഡ് എടുക്കുക. അതുപോലെ തന്നെ നൈറ്റിൽ ഫുഡ് കഴിഞ്ഞിട്ട് ബെഡ് ടൈമിലും ചെറിയൊരളവിൽ എന്തെങ്കിലും സ്നാക്സ് എടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഷുഗറിനെ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഷുഗർ ഉള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അവർക്ക് ഇമോഷണലി ഭയങ്കര ഫ്ലക്ച്വേഷൻ കാണാറുണ്ട് എന്നുള്ളത്. ഈവൻ ഇൻ ഡയബറ്റീസ്, ഈവൻ ഇൻ പ്രഗ്നൻസി പീരീഡ് ആണെങ്കിലും ആളുകൾക്ക് പെട്ടെന്ന് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നുണ്ട്. സോ ഈ GDM പ്ലസ് ദിസ് പ്രഗ്നൻസി, ഈ ഒരു മൂഡ് സ്വിങ്സ്, ഈ ഒരു ഫ്ലക്ച്വേഷൻ ഓഫ് ഇത് ഇമോഷൻ എങ്ങനെയായിരിക്കും ഇത് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത്? ഉറപ്പായിട്ടും അവർക്ക് ഇമോഷൻസ് കൂടുതലായിരിക്കും. നമുക്ക് ചില വാശികൾ, ഇന്ന ഫുഡ് കഴിക്കണം എന്നുള്ള ടെൻഡൻസി ഭയങ്കരമായിട്ടുണ്ടാവും. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, പ്രഗ്നൻസിയിൽ നമുക്ക് ഇവരെ പിടിച്ചു നിർത്താനുള്ള ഒരു കപ്പാസിറ്റി നമുക്കില്ല. അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് ചെറിയ രീതിയിൽ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാരണം നമ്മുടെ കുഞ്ഞാണ് അവരുടെ വയറ്റിലുള്ളത്. അപ്പം നമ്മൾ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്കും അതൊരു സന്തോഷമാകും. എന്നാൽ അവർക്ക് കഴിക്കേണ്ട ഫുഡിനെ നമുക്ക് കഴിപ്പിച്ചെന്നും ആകും. ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഷുഗർ കൂടത്തും ഇല്ല, എന്നാൽ നമുക്ക് അവരുടെ ഇഷ്ടങ്ങളെ അത് സാധിച്ചു കൊടുത്തു എന്നാവും. അവരുടെ വാശികളെ അധികം മുന്നോട്ട് കൊണ്ടുപോകാതെ അവരെ ഒന്ന് നൈസായിട്ട് കൊണ്ടുപോകാനും പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ അമ്മയ്ക്കും കുഞ്ഞിനും കേടില്ലാതെ അല്ലേ സന്തോഷമായിട്ട് നമുക്ക് കൊണ്ടുപോകാം. ഇതുപോലെ ആ ഒരു ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, എസ്പെഷ്യലി GDM ഉള്ള വ്യക്തികളിൽ, ഇപ്പം ഗർഭകാല ഡയബറ്റീസ് ഉള്ളവരിൽ എന്തൊക്കെ കാര്യങ്ങൾ ആ ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിഞ്ഞിരിക്കേണ്ടത് തുടങ്ങിയവയാണ് നമ്മൾ കേൾക്കുന്നത്. ഇതൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെ ഉള്ളത് കൺസൾട്ടന്റ് ഡയറ്റീഷ്യൻ നിബി ജോസ് ഫ്രം മിറ്റേര ഹോസ്പിറ്റൽ, തെലകം. 89.6 FM സർഗക്ഷേത്ര. SK Junction. SK ജംഗ്ഷനിൽ നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് നിബി ജോസ്, കൺസൾട്ടന്റ് ഡയറ്റീഷ്യൻ ഫ്രം മിറ്റേര ഹോസ്പിറ്റൽ, തെലകം. നമ്മളിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഗർഭകാല ഡയബറ്റീസ്, GDM, ജെസ്റ്റേഷണൽ ഡയബറ്റീസ് മെല്ലിറ്റസിനെ കുറിച്ചാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ കേട്ടറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പലർക്കും പല സംശയങ്ങളുണ്ട്. നിങ്ങളുടെയൊക്കെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഞാൻ ഇവിടെ ഉണ്ട് മാം. ഇനി നമ്മൾ അറിയേണ്ടത് എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഏതൊരു രോഗം എടുത്താലും എല്ലാത്തിൻ്റെ അവസാനം ഒരു ഡോക്ടറിൻ്റെ ഒരു എൻഡ് നോട്ട് എന്ന് പറയുന്നത് ധാരാളം വെള്ളം കുടിക്കുക, നല്ല എക്സസൈസ് കൊടുക്കുക ശരീരത്തിന് എന്നുള്ളതാണ്. അപ്പം ഈ GDMൽ എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ്, എസ്പെഷ്യലി ഇപ്പം ഗർഭിണികളായതുകൊണ്ട് തന്നെ ഏത് തരം എക്സസൈസ് ആയിരിക്കും അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതായത് ലഘുവായ ശാരീരിക പ്രവർത്തനങ്ങളാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത്. കൂടുതലും നടക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ നടക്കാനാണ് പറയുന്നത്. വലിയ വലിയ എക്സസൈസുകളൊന്നും ചെയ്യണമെന്ന് ഞങ്ങൾ പറയത്തില്ല. അല്ലെങ്കിൽ യോഗ, ചെറിയ രീതിയിലുള്ള യോഗ ചെയ്യുക. യോഗ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു എക്സ്പേർട്ട് ട്രെയിനർ വേണം. അതിനേക്കാൾ നല്ലത് നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് നടക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറയുക. ഒരു 20 മിനിറ്റ് തൊട്ട് 30 മിനിറ്റ് വരെ നടക്കുക. അതാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഏറ്റവും നല്ല എക്സസൈസ് എന്ന് പറയുന്നതും അത് തന്നെയാണ്. നോർമൽ പ്രഗ്നൻസിയിൽ നമുക്ക് ഈ GDM വരുന്നവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്യാം. എന്നാൽ GDM ഉണ്ട്, ചില കോംപ്ലിക്കേഷൻസും ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ വ്യായാമം ചെയ്യാൻ പറ്റത്തില്ല. അത് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നതനുസരിച്ച് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അത് ഡോക്ടർ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ട് അവർ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ആൻഡ് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഒന്ന് ആഡ് ഓൺ ചെയ്യുവാണേ. ഈ വെയിറ്റ് കൺട്രോൾ ചെയ്യുന്നത് കുഞ്ഞിന് എത്രമാത്രം ഗുണകരമായിരിക്കും ഈ ഒരു ഡയബറ്റിക് അല്ലെങ്കിൽ ഈ ഒരു ഗർഭകാല പീരീഡിൽ? അതെങ്ങനെയായിരിക്കും? അതായത് നമ്മളുടെ വെയിറ്റ് കൺട്രോൾ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ കുഞ്ഞിൻ്റെ ഭാരവും കൺട്രോൾ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്യാതെ പോകുന്നതനുസരിച്ച് കുഞ്ഞിൻ്റെ വെയിറ്റും കൂടി വരും. അങ്ങനെ കൂടി വരുമ്പോഴത്തേക്കും ഡെലിവറി കോംപ്ലിക്കേഷൻസ് വളരെ കൂടുതലായിരിക്കും. അതായത് നോർമൽ ഡെലിവറിയുടെ ചാൻസ് വളരെ കുറവായിരിക്കും കുഞ്ഞിന് ഭാരം കൂടിയാൽ. അതേസമയം നമ്മുടെ ഭാരം അതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ നോർമൽ ഡെലിവറിക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെയുള്ളത് ബേബിക്ക് ഫ്യൂച്ചറിലോട്ട് ഒബേസിറ്റി അല്ലെങ്കിൽ ഡയബറ്റിസ് ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മുടെ വെയിറ്റ് അതിനനുസരിച്ചിട്ട് അതാണ് ഞാൻ പറഞ്ഞത്, പ്രഗ്നൻസി ആകുന്നതിന് മുൻപേ തന്നെ നമ്മുടെ വെയിറ്റ് നമുക്ക് കൂടുതലാണെങ്കിൽ അതിനെ കുറച്ചിട്ട് വേണം നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ നോർമൽ ഒരു ഡെലിവറിയിലോട്ട് പോകാനായിട്ട് പറ്റും.
ഓക്കെ. അപ്പോൾ എന്തായാലും GDM-നെ കുറിച്ച് പല പല കാര്യങ്ങൾ നമ്മളിങ്ങനെ കേട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനിയിപ്പം ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ ലൈഫ് ലോങ് അതിൻ്റെ മരുന്നുകൾ എടുക്കുന്നവരുണ്ട്, ഇൻസുലിൻ്റെ എടുക്കുന്നവരുണ്ട്. അപ്പം ഈ GDM ഉള്ളവർക്കും GDM-ലൂടെ കടന്നു പോകുന്നവർക്കും ഇൻസുലിൻ അനിവാര്യമാണോ എന്നുള്ളൊരു സംശയം പലരുടെയും ഉള്ളിൽ ഇപ്പം വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനുള്ള ഉത്തരം നമ്മൾ കേൾക്കുന്നതാണ് പാട്ടുകൾക്ക് ശേഷം. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra. SK Junction. GDM അല്ലെങ്കിൽ ഗർഭകാല ഡയബറ്റീസ് ഓർ ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെല്ലിറ്റസ്, ഇവയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് SK ജംഗ്ഷനിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് കൺസൾട്ടന്റ് ഡയറ്റീഷ്യൻ നിബി ജോസ് ഫ്രം മീറ്റര ഹോസ്പിറ്റൽ തലകം. മാം, നമ്മൾ ഈ ഒരു GDM-നെ കുറിച്ചുള്ള പല ഡയമെൻഷൻസ് നമ്മളിങ്ങനെ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി എല്ലാവർക്കും സംശയം, ഇതിന് മരുന്ന് എങ്ങനെയാണ്, മരുന്നുണ്ടോ, നമ്മളെ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ കേട്ടു. ഫുഡിനെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കഴിക്കണം, എന്തൊക്കെ കുറയ്ക്കണം, എക്സസൈസ് ചെയ്യണം, അതിൻ്റെ ഇമ്പോർട്ടൻസ് തുടങ്ങിയവയൊക്കെ നമ്മൾ കേട്ടു. ഇനിയിപ്പം സംടൈംസ് നമ്മൾ മരുന്നിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും, സംടൈംസ് ഇൻസുലിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ട്. എങ്ങനെയാണ് മരുന്ന് ആൻഡ് ഇൻസുലിൻ ഇവയും GDM തമ്മിലുള്ള ബന്ധം? GDM-ൻ്റെ ആദ്യ പരിഹാരം ഇൻസുലിൻ അല്ല. ആദ്യ പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റ് തന്നെയാണ്. ഡയറ്റിൽ കൂടെ തന്നെ നമുക്ക് GDM-നെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പറ്റും. അത് പറ്റാത്തവരിലാണ് നമുക്ക് ഇൻസുലിനും അല്ലാതെ ഗുളികകളും ഒക്കെ എടുക്കുന്നത്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ ഷുഗർ ലെവല് ഓരോ നേരത്തെയും, അതായത് ഫാസ്റ്റിങ്, PPBS, പോസ്റ്റ് ലഞ്ച്, ലാസ്റ്റ് നമ്മുടെ ഡിന്നറിൻ്റെ ടൈമിലുള്ള പോസ്റ്റ് ഡിന്നർ, ഇവയുടെയൊക്കെ നോക്കിയിട്ട് ഇതിൻ്റെയൊക്കെ അളവുകൾ കൂടുതലാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ മെഡിസിനിലോട്ടും, അതും പറ്റാതെ വരുമ്പോഴാണ് ഇൻസുലിനിലോട്ടും പോകുന്നത്. നമ്മൾ ഫസ്റ്റ് അപ്പോൾ നമ്മൾ ഡയറ്റ് തന്നെ നോക്കിക്കൊണ്ട് തന്നെ നമുക്കിതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരുടെയും തെറ്റിദ്ധാരണയാണ് GDM ഉടനെ ഇൻസുലിൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറയ്ക്കാം. പറ്റത്തില്ല. ഇൻസുലിൻ്റെ ആവശ്യമേ ഇല്ലാതെ തന്നെ, ഒന്നും നമ്മുടെ ശരീരത്തിൽ ഒരു കുത്തിവയ്പ്പ് പോലും ഇല്ലാതെ തന്നെ നമുക്ക് ഡയറ്റിൽ കൂടെ തന്നെ ഈ GDM-നെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു GDM-നെ കുറിച്ചുള്ള കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട്. അതായത് ഷുഗർ ഇല്ലാത്ത ഭക്ഷണം കഴിച്ചാലായിട്ട് നമുക്ക് GDM മാറും, അല്ലെങ്കിൽ അത് വരാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകാം എന്നുള്ളത്. അപ്പം ഇതിനെക്കുറിച്ച് എന്താണ് ഒരു ഡയറ്റീഷ്യൻ എന്ന നിലയിൽ മാം, ഇത്ര നേരം നമ്മൾ GDM-നെ കുറിച്ച് പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു തെറ്റിദ്ധാരണ ഇത് ശരിയാണോ, ഉള്ളതാണോ, എന്താണ്? വെറും തെറ്റിദ്ധാരണകളാണ്. മധുരം ഒഴിവാക്കിയാൽ GDM മാറും, ഇതൊക്കെ വെറും തെറ്റിദ്ധാരണകളാണ്. കാരണം ഇത് GDM എന്ന് പറയുന്നത് തന്നെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് വരുന്നതാണ്. അപ്പോൾ പഞ്ചസാരയല്ല ഇതിന് മെയിൻ കാരണം എന്ന് പറയുന്നത്. നമ്മുടെ പഴങ്ങളുണ്ട്, റൈസ്, ചപ്പാത്തി, ഇവയൊക്കെയും നമ്മുടെ ശരീരത്തിലോട്ട് ഷുഗറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ പഞ്ചസാര മാത്രം ഒഴിവാക്കിയത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. പിന്നെയുള്ളത്, ഇത് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഫാസ്റ്റിംഗ് ഒന്നും കൺട്രോൾ ആകാതെ വരും, കൺട്രോൾ ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ ഫ്രൂട്ട്സ് ടോട്ടലി അവോയ്ഡ് ചെയ്തു ഞാൻ ഫുള്ളി അവോയ്ഡ് ചെയ്തു, എൻ്റെ ഷുഗർ എന്തേ കുറയാത്തത്, ഇതൊക്കെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണ്. നമ്മളൊരു കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിച്ച് എല്ലാ കൂട്ടവും കഴിച്ച് തന്നെ നമുക്ക് ഷുഗറിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാവുന്നത് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് അപ്പോൾ ഇതിൻ്റെ ടൈമിങ്ങും ഇതിൻ്റെ പോർഷൻസുമാണ് ശ്രദ്ധിക്കേണ്ടത്. എപ്പോൾ എങ്ങനെ എന്തുമാത്രം കഴിക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു സംശയം പലർക്കും വരുന്നുണ്ടെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കൺസേൺ, ഇപ്പം മാം പറഞ്ഞു നമ്മൾ ആർക്കൊക്കെ ഇത് വരാം എന്നുള്ളതിൽ പറഞ്ഞതിൽ ഒരു സ്പെഷ്യൽ കാറ്റഗറി ആയിരുന്നു സെക്കൻഡ് പ്രഗ്നൻസിയിലുള്ളവർക്ക്. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ GDM ഉണ്ടെങ്കിൽ വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പം ഈ സെക്കൻഡ് പ്രഗ്നൻസിയിൽ വീണ്ടും GDM വരാതിരിക്കാനായിട്ട് എന്തൊക്കെ മുൻകരുതലുകളാണ് ആളുകൾ എടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് കേൾക്കാം പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra. SK Junction. GDM എന്നുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെല്ലിറ്റസ്, ഗർഭകാല ഡയബറ്റീസിനെ എങ്ങനെ നമുക്ക് തുരത്താം എന്നുള്ളത് നമ്മൾ കേട്ടറിഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇത് അത്ര ഭയാനകമല്ല, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, അല്ലെ, നമ്മുടെ ഡയറ്റിൽ, നമ്മുടെ എക്സസൈസിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇവയിൽ നിന്ന് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് നമ്മുടെ കൂടെ ഉള്ളത് കൺസൾട്ടന്റ് ഡയറ്റീഷ്യൻ നിബി ജോസ് ഫ്രം മീറ്റര ഹോസ്പിറ്റൽ തലകം. മാം, നമ്മൾ ഇനി ഇപ്പോൾ ഒരു കാര്യം കൂടെ, ഒരു മുൻകരുതലിനെ കുറിച്ചാണ്. ഇത്രയും നേരം നമ്മൾ മുൻകരുതലുകളാണ് സംസാരിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ GDM ഉള്ളവർക്ക് വീണ്ടും ഇത് വരാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് പറഞ്ഞു സെക്കൻഡ് പ്രഗ്നൻസിയിൽ. സോ എന്തൊക്കെ കരുതലുകളാണ് അവരെടുക്കേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞത്. പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ, സെക്കൻഡ് പ്രഗ്നൻസി ആണെങ്കിലും മുൻപ് തന്നെ വെയിറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
പ്ലസ് റെഗുലർ എക്സസൈസ്, ഒരു ബാലൻസ്ഡ് ഡയറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിക്കുക. ബ്ലഡ് ഷുഗർ പരിശോധന നിർബന്ധമായിരിക്കണം. അവർ അത് പ്രഗ്നൻ്റ് ആകുന്ന സമയം മുതൽ ബ്ലഡ് ഷുഗറിൻ്റെ പരിശോധന കറക്റ്റായിട്ട് കൊണ്ടുപോകുക. പിന്നെ PCOSും തൈറോയിഡും കൺട്രോളാക്കി നിർത്തുക. ഇവയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് പ്രഗ്നൻസിയിൽ GDM ഒന്നും ഉണ്ടാകത്തില്ല. ഈ GDM എന്ന് പറയുന്ന ഒരു രോഗമായിട്ട് ആരും കണക്കാക്കരുത്. അതൊരു രോഗമല്ല. എന്നാൽ അതിനെ ഒരു രോഗമായിട്ടും നമ്മൾ കാണണം എന്ന് ഞാൻ പറയുന്നു. ഒരു ചെറിയ പ്രശ്നമാണെന്ന് കരുതി അതിനെ നമ്മൾ എന്നാ പറയുന്നത് നിസ്സാരമാക്കി തള്ളിയാൽ അത് വലിയ പ്രശ്നത്തിലോട്ട് പോകും. എന്നാൽ അതൊരു ചെറിയ പ്രശ്നമാണെന്ന് കണ്ട് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കതിനെ എത്രത്തോളം വേണമെങ്കിലും കൊണ്ടു നടക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഡയറ്റൊക്കെ എടുത്ത് ശ്രദ്ധിക്കാനായിട്ട്. ഓക്കെ മാം, ഇങ്ങനെ ഭയങ്കര ലൈറ്റായിട്ട് സ്മൂത്തായിട്ട് പറയുമ്പോഴേ GDM ഒന്നുമല്ല, നമുക്കൊന്ന് ഡയറ്റ് എടുക്കാനായിട്ട് തോന്നും. ഓക്കെ ഞങ്ങൾ എടുക്കാം എന്നുള്ള രീതിയിൽ തോന്നും. അപ്പോൾ എന്തായാലും ഡയറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രമാണ്, അതുപോലെ തന്നെ എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രമാണ് എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടു. ആൻഡ് ഇത് എനിക്കൊന്നു റെഗുലർ പ്രഗ്നൻസിയിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ആപ്ലിക്കബിൾ ആണ് അല്ലേ മാം? റെഗുലർ പ്രഗ്നൻസിയിൽ നമുക്കിതൊക്കെ ആപ്ലിക്കബിൾ ആണ്. കാരണം ഈ പറഞ്ഞ പോലെ GDM വരാതിരിക്കാനാണല്ലോ നമ്മളെല്ലാവരും ശ്രദ്ധിക്കാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എടുത്ത് തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരോടും പറയുന്നത്, ഞങ്ങൾ പറയുന്നത് നല്ലൊരു ഡയറ്റ് പ്ലാൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കൊരു ഹെൽത്തി ബേബീനെ ഉറപ്പായിട്ടും കിട്ടും. ഇന്നത്തെ കാലത്ത് ആരും അത് ശ്രദ്ധിക്കാറില്ല. എല്ലാവർക്കും ശ്രദ്ധിക്കും, എല്ലാവരും എന്തൊക്കെ കഴിക്കാം എന്നുള്ളൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ എല്ലാവരും വലിച്ചു വാരി കഴിക്കുകയാണ്. അത് കഴിക്കണം, ഓരോരുത്തർ പറയും അത് കഴിച്ചാൽ നല്ലത്, ഇത് കഴിച്ചാൽ നല്ലത് എന്ന് കേട്ടിട്ട് എല്ലാവരും അത് എല്ലാം കൂടെയാണ് കഴിക്കുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്ക് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള പോർഷൻസിൽ ആവശ്യമുള്ള സമയങ്ങളിൽ കഴിക്കും. അതാണ് മെയിനായിട്ട്. അതായത് ഒരു ടൈമിംഗ് പാറ്റേൺ, ഒരു കറക്റ്റ് പോർഷൻസ്, കറക്റ്റ് പ്രോട്ടീൻ ബാലൻസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ഫുഡ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രഗ്നൻറ്റ് ലേഡീസ് ഉണ്ടെങ്കിൽ പ്ലീസ് കം ടു നിബി മാം അല്ലേ? നമ്മുടെ മിറ്ററ ഹോസ്പിറ്റലിലേക്ക് നേരെ വന്നാൽ മതി. നിബി മാമിൻ്റെ കൺസൾട്ടേഷൻ എടുത്താൽ മതി. അത് കറക്റ്റ് ടൈം എപ്പോൾ എങ്ങനെയൊക്കെ കഴിക്കാം എന്നുള്ളത് കാര്യം മാം പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല വിധമായ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ SK ജംഗ്ഷനിലൂടെ കേൾക്കുന്നതായിരിക്കും. ആൻഡ് മാം താങ്ക് യു സോ മച്ച്. GDM കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമുക്ക് കിട്ടി. നമുക്കതിനെ ഭയപ്പെടേണ്ടതില്ല, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു, എനിക്കും ഇങ്ങനെ ഒരു അവസരം തന്നതിന് താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ SK ജംഗ്ഷന്റെ സമയം ഇവിടെ കഴിയുകയാണ്. നമ്മൾ എല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ കേട്ടറിഞ്ഞത്. ഇതുപോലെ പല കാര്യങ്ങളും നമുക്ക് കേട്ടറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM and this is RJ Joe signing off from SK Junction. 89.6 FM സർഗക്ഷേത്ര.